അപ്പോൾ നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു വർക്ക് കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, വർക്ക് കിട്ടിയാൽ നമ്മൾ വിടുമോ, നമ്മളങ്ങ് വർക്കിനങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വർക്കിനായിട്ട് ഇറങ്ങി നമ്മൾ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഫിഷിങ്ങിന് പോകാനുള്ള പ്ലാനുണ്ട്. മച്ചാമാരെ ടോട്ടല് 50 ഷീറ്റ് ഉണ്ടായിരുന്നു. ഒരു ഷീറ്റ് ഏകദേശം 10-15 kg മേളിൽ വരും. നല്ല വെയിറ്റുള്ള സാധനമായിരുന്നു. എന്തായാലും ചെമ്മന്ന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഉള്ളതാവും. പിന്നെ അടുത്ത റീല് മേടിക്കാം, റീലിലെ കുറച്ച് സാധനങ്ങൾ മേടിക്കാം. ഇതെല്ലാമാണ് പ്ലാൻ കണക്കൂട്ടിയാണ് നിന്നത്. വർക്ക് കിട്ടിയാൽ നമ്മൾ വിടാറില്ല. അത് സൺഡേ ആയാലും ശരി, വീക്കെൻഡ് ദിവസമായാലും ശരി, ഏതായാലും നമ്മൾ വിടാറില്ല. അങ്ങനെ സംഭവം ഇവിടെ ഒത്തിരി ദൂരമുണ്ട്, കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ടൊക്കെ. അങ്ങനെ നമ്മൾ നടന്ന് അങ്ങോട്ട് എത്തിക്കുക, കൊണ്ടടുക്കി വെച്ച് കൊടുക്കുക, പൈസ മേടിക്കുക, വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ലൂറും മേടിച്ച് ചൂണ്ടയ്ക്ക് പോവുക. ഇതാണ് ലക്ഷ്യം. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എപ്പോഴും പറഞ്ഞതൊക്കെ എന്നെ വന്ന വഴി മറക്കരുതല്ലോ. എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കുക. പിന്നെ ഇങ്ങനെ ഒരു ഉപയോഗം എന്തായാലും ഉണ്ടാവുമെന്ന് ഞാനും കരുതിയില്ല. ഇതുകൊണ്ട് കിട്ടിയപ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് 2 ലൂറിനുള്ള പൈസയും കിട്ടി, നമ്മൾ ഹാപ്പിയായി. പക്ഷെ രാവിലെ പോകുന്നത് ഏറ്റവും നല്ലതായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരയും കാറ്റും ഒക്കെ ആയിരുന്നാണ് പറഞ്ഞാൽ. പോയവർക്കെല്ലാം ഒന്നും കിട്ടാതെ അവർ തിരിച്ചു വന്നു. അങ്ങനെ പറക്കിക്കൊണ്ട് വെച്ചു കൊടുത്ത് ഇപ്പം ഏകദേശം 3 സ്ഥലത്തായിട്ട് നമ്മൾ അടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്താലും അത് ഇൻട്രസ്റ്റിങ്ങോടുകൂടി ഹാപ്പി ആയിട്ട് നല്ല ആത്മാർത്ഥത്തോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടാകുന്ന സത്യമാണ്. പക്ഷെ നമ്മൾ ഒരു ടൂർണമെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. ടൂർണമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അധികം ഒന്നും പറയാനില്ല. നല്ല ഹാപ്പി ആയിരുന്നു, വൈബായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു ട്രിപ്പായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മളത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിയായി റിലീസായൊരു സമയമല്ലായിരുന്നു. എന്തായാലും ഫുള്ള് ഹാപ്പിയായി വൈബ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.